നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPM ജാഥ പിണറായി വിജയൻ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവെന്ന് ഇ.പി. ജയരാജൻ. മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ വേണ്ടെന്ന് ജി. സുധാകരൻ. മുഖ്യമന്ത്രി മാത്രം നന്നായാൽ പോരാ. ലിംഗസമത്വം പ്രകൃതി വിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീയും പുരുഷനും സമന്മാരല്ല. ഫറൂഖ് വിവാദം ഇസ്ലാമിനെതിരായ ഗൂഢാലോചന. ഒരു ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് ആണും പെണ്ണും പഠിക്കണം എന്ന് പറയുന്ന ഈ വാശി യഥാർത്ഥത്തിൽ ഒരു ഒളിയമ്പാണ്. ചരക്ക് സേവന ബില്ലിൽ തർക്കം തീരുന്നു. എതിർപ്പുള്ള 2 വ്യവസ്ഥകൾ മാറ്റാമെന്ന് കേന്ദ്രം. കോൺഗ്രസ് തത്വത്തിൽ അംഗീകരിച്ചുവെന്ന് വെങ്കയ്യ നായിഡു. ഒത്തുകളിയെന്ന് സീതാറാം യെച്ചൂരി. അസഹിഷ്ണുതാ വിഷയം ചർച്ച ചെയ്യാൻ സ്പീക്കറുടെ അനുമതി. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള സംഘടനകൾ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയേക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പാളില വിമാനമടക്കം ഭീകരർ ഉപയോഗിക്കും. 15 ഇടങ്ങളിൽ കനത്ത ജാഗ്രത. സംശയകരമായത് എന്തിനേയും തകർക്കാൻ നിർദ്ദേശം. കോൺഗ്രസിനെ പഴിപറയും മുമ്പ് RSP അടിത്തറ വലുതാക്കട്ടെ എന്ന് കൊല്ലം DCC പ്രസിഡന്റ്. പാലക്കാട് ചതിച്ചത് DCC പ്രസിഡന്റ് എന്ന് JDU. ഹൈറേൻ സംരക്ഷണ സമിതിയുടെ അന്ത്യശാസനം വകവയ്ക്കില്ലെന്ന് ഇടുക്കി DCC. വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CPM സംഘടിപ്പിക്കുന്ന കേരള യാത്ര പിണറായി വിജയൻ നയിക്കും. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനമെടുത്തത്. ജനുവരി പകുതിയോട് ആരംഭിക്കുന്ന ജാഥയുടെ പേര് അടുത്ത മാസം ആദ്യം ചേരുന്ന സംസ്ഥാന സമിതി തീരുമാനിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് സൂചന നൽകുന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ എടുത്ത തീരുമാനം. തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള യാത്ര നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ജാഥ ആര് നയിക്കണമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംസ്ഥാന സെക്രട്ടറിമാർ നയിച്ചിരുന്ന ജാഥ ഇത്തവണയും സെക്രട്ടറി തന്നെ നയിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വന്നെങ്കിലും പിണറായി വിജയൻ ജാഥ നയിക്കട്ടെ എന്ന തീരുമാനമാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടക്കുന്ന ജാഥ ജനുവരി പകുതിയോടെ ആരംഭിക്കും. ജാഥയുടെ പേര് അടുത്ത മാസം 7, 8 തീയതികൾ ചേർന്ന സംസ്ഥാന സമിതി തീരുമാനിക്കും. അതേസമയം സമുന്നതനായ നേതാവായതുകൊണ്ടാണ് പിണറായി വിജയൻ ജാഥ നയിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പറഞ്ഞു. അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്, PB മെമ്പറാണ്. അത്തരത്തിലുള്ള ഒരു വലിയ നേതാവിനെ ജാഥയുടെ ലീഡറാക്കുന്നത് വെച്ചാൽ പാർട്ടിയുടെ ക്യാമ്പയിൻ ശക്തിപ്പെടുത്താനാണ്. ജാഥ നയിക്കുമ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് പിന്നെ നയിക്കേണ്ടതായിരുന്നു. അത് പിന്നീട് വരുന്ന പ്രശ്നമല്ലേ. CPIMന്റെ ഈ തീരുമാനത്തോട് VS അച്യുതാനന്ദന്റെ പ്രതികരണം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ആനത്തലവട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, B. ഉണ്ണികൃഷ്ണൻ, MM ലോറൻസ്, ഉമേഷ് ബാബു തുടങ്ങിയവരാണ്. അതിനു മുമ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച വേണ്ട എന്ന് G. സുധാകരൻ. ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് LDF തീരുമാനിക്കും. മുഖ്യമന്ത്രി മാത്രം നന്നായാൽ പോരാ, MLA മാരും നന്നാകണം. 100 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിലും ഭേദമാണ് 100 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതെന്ന് G. സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഭൂരിപക്ഷത്തിന്റെ പാർട്ടി ഒരു മുഖ്യമന്ത്രി എടുക്കുള്ളൂ, അത് കൊള്ളാമെന്നാണ് എടുത്തോളൂ. അതാണ് നമുക്ക് താല്പര്യം. നല്ല MLA മാർ വേണമെന്നല്ലേ. 139 4 MLA മാരും ഒരു നല്ല മതിയല്ലോ അല്ലേ. നല്ല മതിയല്ലോ. 134 നല്ല MLA മാരെ പറ്റി ചർച്ച ഒരു മുഖ്യമന്ത്രിയെ പറ്റിയാണ്. അപ്പൊ ഞാനൊരു വാചകം ഇംഗ്ലീഷിലുള്ള മലയാളത്തിലാക്കി പറയാം. 100 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതിനേക്കാൾ, സിംഹം നയിക്കുന്നത് 100 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ. ആനത്തലവട്ടം ആനന്ദൻ, സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടറിമാരാണല്ലോ കേരള യാത്ര നയിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തവണ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ? അല്ല, പിണറായി വിജയൻ 3 ജാഥ നടത്തിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആ ജാഥകളെല്ലാം നന്നായി വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും ഒക്കെ തെളിയിച്ചുള്ളതാണ്. ഇത്തവണയും അദ്ദേഹത്തെ തീരുമാനിച്ചു. അതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല. സംസ്ഥാന സെക്രട്ടറിമാർ തന്നെ ജാഥ നയിക്കണമെന്ന് പാർട്ടി ഭരണഘടനയിലൊന്നും എഴുതി വെച്ചിട്ടില്ല. പ്രചരണത്തിന് പറ്റിയ ആളുടെ ഉപയോഗിക്കുമെന്നുള്ളത് മാത്രം. അതിന് പ്രത്യേകിച്ച് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ കേരള യാത്രയുടെ ചുമതലക്കാരനായി പിണറായി വിജയനെ നിശ്ചയിച്ചിരിക്കുന്നത്? മൂന്ന് പ്രാവശ്യം പിണറായി വിജയൻ ഇതിന് മുമ്പ് ജാഥ നടത്തിയല്ലോ. മുഖ്യമന്ത്രിയായി എടുത്തു കാണിച്ചിട്ടല്ലല്ലോ ജാഥ നടത്തിയത്. ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് പറ്റിയ ആളിനെ തീരുമാനിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇപ്പോൾ അദ്ദേഹം ജാഥ നടത്തിയോണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടുന്നില്ല. അത് മുഖ്യമന്ത്രി ആകുന്നതും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതൊക്കെ യഥാസമയം പാർട്ടി തീരുമാനിക്കുന്നതാണ്.
ദയവായി ഒരു പാർട്ടിക്ക് ഒരു ജാഥ നടത്താനും അതിൻ്റെ ലീഡറെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും വിട്ടുകൊടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരണമായി ഓരോ പാർട്ടിയുടെയും ഓരോ ചർച്ചയിൽ വരുന്നവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരണമായി വിട്ടുകൊടുക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 3 തവണ ജാഥ നടത്തിയത് പിണറായി വിജയനാണ്, എന്നിട്ട് പിണറായി വിജയൻ അല്ലല്ലോ മുഖ്യമന്ത്രി ആയത് എന്ന താങ്കളുടെ വാദം വസ്തുതയുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അന്ന് പിണറായി വിജയനായിരുന്നു സംസ്ഥാന സെക്രട്ടറി. പാർലമെൻ്ററി പാർട്ടി നയിച്ചിരുന്നത് VS അച്യുതാനന്ദനുമായിരുന്നു. അവിടെയാണ് എൻ്റെ ചോദ്യവും. ഒന്നുകിൽ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നയിക്കുന്നയാൾ. ഇതായിരുന്നു അതിൻ്റെ ഒരു കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ഇപ്പോൾ തെറ്റിക്കാനുള്ള കാരണം പാർലമെൻ്ററി പാർട്ടിയെ മേലിൽ നയിക്കുക പിണറായി വിജയൻ ആയതുകൊണ്ടാണോ? അങ്ങനെ അതൊക്കെ യഥാസമയം പാർട്ടി തീരുമാനിക്കലാണ്. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി തന്നെ ജാഥ നടത്തിയ പാരമ്പര്യമില്ല. വ്യത്യസ്തമായ ജാഥയും നടന്നിട്ടുണ്ട്. പാർട്ടി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജാഥ അയച്ചിട്ടുണ്ട്, MA ബേബി ജാഥ അയച്ചിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു ജാഥ നയിച്ച കീഴ്വഴക്കം ഒന്ന് പറഞ്ഞു തരൂ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. കോടിയേരി ബാലകൃഷ്ണൻ ജാഥ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ നയിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ഒരു മുഴുവൻ കേരള യാത്ര നയിച്ചത് മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ സംസ്ഥാന സെക്രട്ടറി അല്ലാതെ, പാർലമെൻ്ററി പാർട്ടി നേതാവ് അല്ലാതെ? അല്ല, ഞാൻ നയിച്ചിട്ടുണ്ടല്ലോ ജാഥ. ഞാൻ തന്നെ നയിച്ചിട്ടുണ്ടല്ലോ കേരള വ്യാപകമായ ജാഥ. 3 പ്രാവശ്യം ജാഥ നയിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടായിരുന്നില്ലല്ലോ. അന്നേരം ഉള്ള ആവശ്യം ആ ജാഥയ്ക്ക് ആധാരമായ മുദ്രാവാക്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം സംസ്ഥാന ജാഥ നടത്തിയിട്ടുണ്ട്. തുടരുക. ശ്രീ ഉമേഷ് ബാബു, ഇന്ന് G. സുധാകരൻ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതെന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടി താങ്കൾക്ക് വായിച്ചു തരാം. കേരളത്തിലെ പ്രധാന പ്രശ്നം അടുത്ത മുഖ്യമന്ത്രിയാണോ? ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി ഒരു മുഖ്യമന്ത്രി എടുക്കുമല്ലോ, അത് കൊള്ളാവുന്ന ആരെങ്കിലും എടുത്തുകൊള്ളും. അതാണ് നമുക്കും താല്പര്യം. നല്ല MLA മാർ വരണം എന്നില്ല, നല്ല MLA-മാരെ കുറിച്ച് ചർച്ചയുമില്ല. ഒരു മുഖ്യമന്ത്രിയെ പറ്റിയാണ് ചർച്ച. അപ്പോൾ ഞാനൊരു വാചകം അങ്ങോട്ട് പറയാം. 100 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് 100 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അതുതന്നെയാണ് CPM-ൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ആനത്തലവട്ടം വിശദീകരിക്കുന്ന പോലെ വളരെ നിഷ്കളങ്കമായിട്ടാണ് കാര്യങ്ങൾ എന്നൊക്കെ അവർ പറയാൻ ആഗ്രഹിക്കും. പക്ഷേ കാര്യങ്ങൾ എന്താണ് എന്ന് അതേ നിമിഷത്തിൽ, ഒരുപക്ഷെ ഈ തീരുമാനം വരുന്ന നിമിഷത്തിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ വ്യക്തമാക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2011 തെരഞ്ഞെടുപ്പിൽ മുമ്പ് നാം കണ്ടതാണ്, 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് നാം കണ്ടതാണ്. പക്ഷേ ആ 2 തവണയും ഈ പറയുന്ന എല്ലാ ഗ്രാൻഡായിട്ടുള്ള ഡിസൈനുകളെയും VS അച്യുതാനന്ദൻ എന്ന് പറയുന്നയാൾ വളരെ മോശമായ നിലയിൽ പരാജയപ്പെടുത്തുന്നത് നാം കണ്ടതാണ്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഇത്തരം സൂചനകളെ മുൻനിർത്തി ഒരു മാധ്യമ താല്പര്യവും മാധ്യമ ചർച്ചയും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും ഒരു ജാഥ നടത്തി, എത്രയോ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ തന്നെ DYFI-ക്കാർ ഒരു ജാഥ നടന്നിട്ടുണ്ട്, ആരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുപോലെയല്ല, ഒരു തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് ഇത്തരം ജാഥകൾ CPM നടത്തുമ്പോൾ അത് വരാൻ പോകുന്ന പദ്ധതികളുടെ ഒരു സൂചന കൃത്യമായിട്ട് ആ പദ്ധതിക്ക് അടങ്ങി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. 2006 കണ്ടിട്ടുണ്ട്, 2011 കണ്ടിട്ടുണ്ട്. അപ്പോൾ 2016 അതായിരിക്കും എന്ന് കരുതാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൻ്റെ സൂചന G. സുധാകരൻ എന്ന് പറയുന്ന CPM നേതാവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ശ്രീ MM ലോറൻസ്, നേരത്തെ പറഞ്ഞ വർഷങ്ങളിൽ 2001, 2006, 2011 ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെയും കഴിഞ്ഞ 15 വർഷക്കാലം സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ ജാഥ നയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം അവരോധിതനാവുകയും ചെയ്തു. പക്ഷേ ഇതിനെയെല്ലാം VS അച്യുതാനന്ദൻ തട്ടിത്തെറിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സമാനമായ അപകടം ഇത്തവണയും പ്രതീക്ഷിക്കാമെന്ന് ഉമേഷ് ബാബു പറയാതെ പറഞ്ഞു വെക്കുന്നു. എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, ഈ ചർച്ച തന്നെ അനുചിതമാണ്. എന്ത് ലക്ഷ്യം വെച്ചാൽ ചർച്ച? ആർക്ക് വേണ്ടിയുള്ള ചർച്ചയാണ്? ആരുടെ താല്പര്യത്തിന് വേണ്ടിയ ചർച്ചയാണ്? എനിക്കതിനെപ്പറ്റി അഭിപ്രായമുണ്ട്. ഞാനിതിനു മുമ്പും ചില ഘട്ടങ്ങളിൽ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ആര് മുഖ്യമന്ത്രിയാവണം എന്ന പ്രശ്നം ഇലക്ഷൻ
ആവട്ടെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം തീരുമാനിക്കുന്ന കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കൊള്ളാം, CPIM ആയി പ്രവർത്തിക്കുന്ന കാലത്തായാലും കൊള്ളാം, ഒരു ഘട്ടത്തിലും ഇലക്ഷൻ മുമ്പ് ഇന്ന ആൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉയർത്തി കാണിച്ച് ഒരു ജാഥ നയിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. പിന്നെ G. സുധാകരൻ്റെ ഉദാഹരണം പറച്ചിൽ അങ്ങേറ്റം മോശമായിപ്പോയി, അർത്ഥമില്ലാത്ത ഒന്നായിപ്പോയി. അർത്ഥമുണ്ടെങ്കിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മോശമായ അർത്ഥമാണ് അതിന് കൽപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. കഴുതകളെ നയിക്കാൻ സിംഹം ഉണ്ടാകുന്ന നല്ലത്, 100 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ പറയുന്നത് ഒരു നല്ല ഉദാഹരണമായി എനിക്ക് തോന്നുന്നില്ല. സുധാകരൻ എനിക്ക് വലിയ അടുപ്പമുള്ള ആളാണ്, ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമാണ്. പക്ഷെങ്കിലും പറ്റിയൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പ്രശ്നം, ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണ്ടിയിട്ട് വലിയൊരു മത്സരം നടക്കുന്നു എന്ന ഒരു പ്രതീതിയല്ല, അപ്രകാരമുള്ള ഒരു ധാരണ സാമാന്യ ജനങ്ങളിൽ, വിശേഷിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുഭാവികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഇടയിൽ സൃഷ്ടിക്കുകയെന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തെറ്റുമുണ്ടാവില്ല. ആ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ വേല അങ്ങ് നിർത്തിവെക്കുകയാണ് നല്ലത്. ശരി, പിണറായി വിജയൻ നയിക്കട്ടെ. ഞാൻ മടങ്ങിയെത്താം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവണം. ലോറൻസ്, അതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം? ഇവിടെ M. ലോറൻസ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് G. സുധാകരനോടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 100 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് 100 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ഉമേഷ് ബാബുവിനോട് ചോദിക്കുകയും ഉമേഷ് ബാബു അതിന് കൃത്യമായൊരു അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ തന്നെയും അത് ഏറ്റവും ആദ്യം മനസ്സിലായ ആൾ M. ലോറൻസാണ്. അല്ല, ലോറൻസ് ചേട്ടൻ ഒരു പരിണതപ്രജ്ഞനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPM-കാരനാണ്, വലിയ ത്യാഗം സഹിച്ചവരാണ്. പക്ഷേ കവിത അദ്ദേഹത്തിന് മനസ്സിലാകില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചുപോയ ഞങ്ങളുടെയൊക്കെ നല്ല സുഹൃത്തായിരുന്ന ശ്രീ M. മാത്യു ആയിരുന്നെങ്കിൽ ഇത് വ്യാഖ്യാനിക്കുമായിരുന്നു. മാത്യു സാറിന് കവിത നന്നായിട്ട് അറിയാം. മാത്രമല്ല, ലോറൻസ് ചേട്ടൻ്റെ മൂത്ത ചേട്ടനായിരുന്ന എബ്രഹാം മാടമാക്കൽ സ്വന്തം നിലയ്ക്ക് ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആ കവിത്വത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ലോറൻസിന് കിട്ടിയില്ല എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ സുധാകരൻ ഒരു കവിയാണ്, ലോറൻസ് ഒരു കവിയല്ല. അപ്പോൾ കവികളുടെ മനോവ്യാപാരം കവികളല്ലാത്തവർക്ക് മനസ്സിലാവില്ല. മാർക്സിസ്റ്റുകാർക്ക് പൊതുവേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുകയല്ല. അപ്പോൾ ഒരു കവിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ. 100 കഴുതകൾ ആരൊക്കെയായിരുന്നു എന്നും സിംഹം ഏതാണെന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ കാലം തെളിയിക്കും. അദ്ദേഹത്തിൻ്റെ വേറൊരു കവിത ഞാൻ അങ്ങോട്ട് കോട്ട് ചെയ്യാം, അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എനിക്ക് അർത്ഥം പറഞ്ഞു തരണം. കഴുതപ്പുറത്താണ് നിൻ്റെ സഞ്ചാരം, കടുവാപ്പുറത്തെന്ന് പല്ലിളിക്കുന്നു ഭവാൻ എന്നും സുധാകരൻ്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കവിതകളുണ്ട്, എനിക്ക് മിക്കത് ബൈഹാർട്ടാണ്. ഭരണരഥം എന്നത് ഉരുട്ടുവാൻ തന്നെ, അത് ജനതയുടെ നെഞ്ചിൽ കയറ്റുവാനല്ലഹോ എന്നും പാടിയിട്ടുണ്ട്. അതൊക്കെ ഏത് കാലത്തേക്കുമുള്ള രാജ്യം ഭരിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. അതിൽ കവിഞ്ഞ പ്രാധാന്യം കൊടുക്കേണ്ട. VS-നോടും പിണറായിയോടും നല്ല ഭയഭക്തി ബഹുമാനങ്ങൾ വച്ചു പുലർത്തുന്ന ആളാണ്. കവിതയിലൂടെ പാർട്ടി അച്ചടക്കം ലംഘിക്കുക അല്ല, കവിതയിലൂടെ ഇദ്ദേഹം പല സിദ്ധാന്തങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കിട്ട് ഇങ്ങോട്ട് ഒരു കവിത കൊടുത്തത് മറ്റേ ആരിഫ് MLA ആണ്. വെള്ളാപ്പള്ളി നടേശൻ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് ചേർത്തലയിൽ സുന്നഹദോസ് വിളിച്ചപ്പോൾ ഈ CPM-ലുള്ള എല്ലാ നേതാക്കളും വെള്ളാപ്പള്ളിയെ ആക്ഷേപിക്കും, പരിഹസിക്കുകയൊക്കെ ചെയ്തു. VS ആണ് ഏറ്റവും രൂക്ഷമായിട്ട് ചെയ്തത്. എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ അവരുടെ വൊക്കാബുലറി അനുസരിച്ച് വെള്ളാപ്പള്ളിയെ വിമർശിച്ചപ്പോഴും G. സുധാകരൻ ഒരു വാക്ക് പോലും എതിര് പറഞ്ഞില്ല. ഒരു വാക്ക് പോലും എതിര് പറയാതെ വന്നപ്പോൾ ആ ഒരു അവസരം മുൻനിർത്തി ആരിഫ് കണക്ക് തീർത്തു. ഇയാളൊരു പരിഹാസമായിട്ടൊരു കവിത, പുള്ളിയുടെ കവിത മറ്റേ മാതൃഭൂമി വീക്കിലൊന്നും പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് ആരിഫ് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഇത് കടുവയെ പിടിച്ച കിടുവാന്ന് പറഞ്ഞിട്ട് കിടുവയെ പിടിച്ച കടുവയാണ് ആരിഫ്. അപ്പോൾ കവിത എന്ന് പറഞ്ഞത് പിന്നെ പി കരുണാകരൻ, നമുക്കൊക്കെ എന്തെങ്കിലും കരുണാകരൻ കവിത നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ കരുണാകരൻ ഇത് പാർട്ടിയിലെ ചില ആളുകൾ കാലുവാരിതാന്ന് തോന്നി. അദ്ദേഹം ഫേസ്ബുക്കിൽ കവിത എഴുതി. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം CPM-കാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അച്ചടക്കം ലംഘിക്കാതെ ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്താനുള്ളൊരു മാർഗ്ഗമാണ് ഫേസ്ബുക്ക് കവിതാ രചന. അപ്പോൾ നമ്മളത് ആ രീതിയിൽ എടുത്താൽ മതി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ ജാഥ ആര് നയിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഉമേഷ് ബാബു പറഞ്ഞല്ലോ, DYFIയുടെ 2 ജാഥകൾ, ഒന്ന് കണ്ണൂരിൽ നിന്ന് മറ്റേത് തിരുവനന്തപുരത്ത് നിന്ന്, 2 എറണാകുളത്തെ ലാക്കാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ജാഥയ്ക്ക് ഇവിടെ നടത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വോട്ടെ VM സുധീറിൻ്റെ പരിവർത്തന യാത്ര കൊണ്ട് ഇവിടെ എന്തെങ്കിലും പരിവർത്തനം ഉണ്ടോ? ഏതെങ്കിലും ഒരു മദ്യപാനം അവസാനിപ്പിച്ചോ? വോട്ടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ മദ്യപാനം അവസാനിപ്പിച്ചോ? ഇല്ല. നമുക്കറിയാം
ആ പരിവർത്തന യാത്ര കഴിഞ്ഞ ആൾക്കാർ 2 ലാർജ് കൂടുതലടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ജാഥയിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഓരോ തമാശകൾ അത്ര തന്നെ ഉള്ളൂ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, സൂക്ഷ്മ പരിശോധന എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ജാഥ, അതിൽ കവിഞ്ഞ് എന്ത് പ്രാധാന്യമുള്ള ഈ ജാഥക്കൊക്കെ. പിന്നെ ആനത്തലവട്ടം പറഞ്ഞതിലൊരു പോയിൻ്റ് ഉണ്ട്. കാരണം ഇദ്ദേഹം 3 തവണ ജാഥ നടത്തി. അപ്പോൾ കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള എല്ലാ സ്ഥലങ്ങളും പുള്ളിക്ക് പരിചയം, റോഡ് മാപ്പ് നന്നായിട്ട് അറിയാം, വഴി തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ടാണ് പിണറായിയുടെ 4ാമതൊരു ജാഥ നടത്താൻ പറ്റുന്നത്. 140 മണ്ഡലങ്ങളിലും പരിചയമുള്ള പിണറായി വിജയന് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തുടരുക. എം ലോറൻസ്, എനിക്ക് ഇതിൽ കുറച്ചുകൂടി വിശദീകരണം ആവശ്യമാണ് എന്ന് തോന്നുന്നു. അതായത് ജി സുധാകരൻ കവിതയല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വാചകങ്ങളാണ് താങ്കൾ വ്യാഖ്യാനിച്ചത്. ആരെയോ കഴുത എന്ന് വിളിച്ചു, ആരെയോ സിംഹം എന്ന് വിളിച്ചു എന്നുള്ളത്. എന്തുകൊണ്ടാണ് അതിനെ താങ്കൾ അപലപിച്ചത്? ഇതിൽ ആരാണ് കഴുത, ആരാണ് സിംഹം? അല്ല, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അത് സുധാകരൻ പറയട്ടെ. സുധാകരൻ പറഞ്ഞതിന് അർത്ഥമുണ്ടെങ്കിൽ സുധാകരൻ തന്നെ വ്യക്തമാക്കട്ടെ. കേൾവിക്കാരെന്ന നിലയ്ക്ക് എനിക്കിപ്പോൾ അതിനെപ്പറ്റി തോന്നിയത് നന്നായില്ല എന്നാണ്. ഒരുപക്ഷെ അങ്ങനെ തോന്നുന്ന മറ്റു പലരും ഉണ്ടായെന്നും വരാം. നന്നായി തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും. പലതരത്തിലെ പ്രതികരണം ഉണ്ടാവും, സ്വാഭാവികമാണത്. പിന്നെ ഇവിടെ ഒരു ജാഥ നയിക്കുന്ന ആൾ സിംഹമാണെന്നാണല്ലോ ധ്വനിപ്പിക്കുന്നത്. ജാഥയിൽ പങ്കെടുക്കുന്ന ആളുകൾ കഴുതയാണ്. അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ശരിയായില്ല, നന്നായില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സുധാകരൻ പല കാര്യങ്ങളും പറയും. എനിക്ക് പടത്തിലും ഞാൻ കേട്ടിട്ടുള്ള ആളാണ്, വളരെ കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അതെന്തൊക്കെയാണെന്ന് തൽക്കാലം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. സുധാകരൻ കവിയാണ്, സാഹിത്യകാരനാണ്, എല്ലാമാണ്. എനിക്ക് തർക്കമൊന്നുമില്ല. ഇതെല്ലാം അവസരത്തിന് പറ്റിയ വിധത്തിലായിരിക്കുമോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. അനവസരത്തിലുള്ളതായിട്ടും തോന്നിയിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. പക്ഷെ സുധാകരൻ ഉള്ള അഭിപ്രായം തുറന്നു പറയാൻ മടിക്കാത്ത ആളുമാണ്. ചില ഘട്ടങ്ങളിൽ അല്പം ഭയപ്പെടുന്ന ആളാണെന്നും എനിക്ക് അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ പറയാറുള്ളൂ. എം ലോറൻസ്, CPM-ലെ വിഭാഗീയതയുണ്ട്. അത് ഏറിയും കുറഞ്ഞും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി അത് തുലോം കുറഞ്ഞു എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഉജ്ജ്വലമായ വിജയം പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുകയും ജനറൽ സെക്രട്ടറി തന്നെ അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഒരു ലേഖനം എഴുതിയാൽ ആ ലേഖനത്തിൽ എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകും. പക്ഷെ കവിതയാകുമ്പോൾ പാർട്ടി വിശദീകരണം ചോദിച്ചാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, സഖാവിന് മനസ്സിലായില്ലേ എന്ന ഒരു ന്യായീകരണം പറയുന്നതിന് വേണ്ടിയാണോ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ച പല കവിതകളും ഇതിന് ഒരു കവിതയുടെ സ്വഭാവവും ഒക്കെ ഉണ്ടാകുന്നത്? അല്ല, ഇതിപ്പോൾ പണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു കഥ എഴുതിയിട്ട് അതിൻ്റെ പേരിൽ പാർട്ടി നടപടിയെടുത്തൊരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അതിന് വിശദമായിട്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ മുഴുവൻ ഓർക്കുന്നില്ല. അത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ആ രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ ഇടവരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റായിട്ടുള്ള സാഹിത്യകാരൻ ആ രൂപത്തിൽ പറയാതിരിക്കുകയായിരിക്കും ഭംഗി എന്നതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സുധാകരനോട് വിരോധം ഉണ്ടായിട്ടോ സുധാകരനെ മോശം ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. നേരത്തെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചില നടപടിക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് ഒന്നായിരുന്ന പാർട്ടിയിലുണ്ടായിട്ടുണ്ട്, രണ്ടായിരം ശേഷവും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഉമേഷ് ബാബു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു നേതൃത്വത്തിന്റെ വിഷയമാണല്ലോ ഉയർന്നു വന്നിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നു VS അച്യുതാനന്ദന്റെ ഊർജം കണ്ടുപഠിക്കണം, സ്ഥാനാർത്ഥിയാകുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനോ ഒന്നും തന്നെയും ഏജ് ലിമിറ്റ് ഇല്ല എന്ന് വ്യക്തമാക്കുമ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഉണ്ടാകുന്നു. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 15 വർഷത്തിലേറെ കാലഘട്ടം പാർട്ടി നയിച്ച ആളെന്നുള്ള നിലയിൽ അതിൽ നിന്ന് ഭരണഘടനാപരമായ നിബന്ധനകൾ ഉള്ളതുകൊണ്ട് ഒഴിയേണ്ടി വരുന്നൊരു സാഹചര്യം അപ്പോൾ സ്വാഭാവികമായ സ്ഥാനാർത്ഥിയാവുന്നു. പ്രത്യേകിച്ച് SNC ലാവലിൻ കേസിൽ അദ്ദേഹത്തിൻ്റെ FIR ക്വാഷ് ചെയ്യുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പാർലമെൻ്ററി പ്രവർത്തനത്തിലേക്ക് നിയോഗിക്കപ്പെടുകയാണ്. പിണറായി വിജയനെ പോലെ കഴിഞ്ഞ 15 വർഷത്തിലേറെ കാലം പാർലമെൻ്ററി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് ആ പദം ഭരണഘടനാപരമായ ബാധ്യത എന്നുള്ള നിലയിൽ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ
സ്വാഭാവികമല്ലേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം എന്നുള്ളത്, അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്ന പദം എന്നുള്ളത്? അല്ല, ഇത് ഒന്നോ രണ്ടോ കുറി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നോ രണ്ടോ കുറി ഈ പദ്ധതി കേരളത്തിലെ CPIM എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിലും അവതരിപ്പിച്ചതാണ്. പിന്നീട് അതിൽ നിന്ന് നമ്മുടെ സമ്മർദ്ദം കൊണ്ടല്ല, പാർട്ടി തന്നെ സ്വന്തമായി പിന്തിരിഞ്ഞു പോയതുമാണ്. ഇക്കാലത്തൊക്കെ നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളും നമ്മൾ ഓരോരുത്തരും CPM പ്രവർത്തകരും എല്ലാം ജീവിച്ചിരിക്കുമ്പോൾ നടന്ന കാര്യമാണ്. കാരണം കേരളത്തിലെ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വം ഇലക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഘട്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യനെ എന്താണ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും നടന്നത്. ഇത് തീർച്ചയായിട്ടും ഇപ്പോഴും ബാക്കിയാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ കേരളം മുഴുവൻ നടന്ന CPMന് വേണ്ടിയിട്ട് പ്രധാനമായും ക്യാമ്പയിൻ ചെയ്തത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ അങ്ങനെ നടത്തിയ ക്യാമ്പയിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് CPMന്റെ വിഭാഗീയത അവസാനിച്ചു എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ VS ആണെങ്കിൽ പറയുന്നുണ്ട്, അദ്ദേഹം തന്നെയും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും പറയുന്നുണ്ട് VSന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകുമെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ VSന് എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നത്തിൽ പാർട്ടി ഒരു നിലപാടെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് നേരത്തെ നമ്മുടെ CPM നേതാക്കന്മാരൊന്നും പറഞ്ഞത് വസ്തുതയല്ല. മുഖ്യമന്ത്രിമാരെ ഉയർത്തി കാണിച്ചിട്ട് CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല എന്ന് പറയുന്ന അത് വസ്തുതാപരമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജ്യോതി ബാസുവിൻ്റെ കാര്യത്തിൽ അതുണ്ടായിട്ടുണ്ട്, ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്, നൃപൻ ചക്രവർത്തിയുടെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്, ഇപ്പോഴാണെങ്കിൽ മണിക് സർക്കാരിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചിട്ട് തന്നെയാണ്, പ്രത്യേകിച്ചും ഇപ്പോഴ് ബീഹാർ വരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഇപ്പോഴത്തെ പാർലമെൻ്ററി ഇലക്ഷനുകളുടെ ഒരു സമീപകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിക്കാതെ തീർച്ചയായിട്ടും CPMനല്ല ആർക്കും എവിടെയും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ല. അങ്ങനെ നേരിടാൻ പോകുമ്പോൾ ഈ VSനെ എന്ത് ചെയ്യണം എന്നൊരു കാര്യം പ്രഖ്യാപിക്കാതെ തീരുമാനിക്കാതെ ഈ വളഞ്ഞ വഴിയിൽ മിക്കവാറും RSSകാരും മറ്റും പരീക്ഷിക്കുന്ന താന്ത്രികതയുടെ മാർഗത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും പിണറായി വിജയനെ 2 തവണ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇത്തവണയും ആവർത്തിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നൊരു പ്രധാന സംശയം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അതിന് മറുപടി. 2 നേതാക്കളുണ്ട്, VS അച്യുതാനന്ദനും പിണറായി വിജയനും. VSനെ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. 1. 2, താന്ത്രികതയുടെ മാർഗം, RSS അനുഷ്ഠിക്കുന്ന താന്ത്രികതയുടെ മാർഗം അതെന്താണെന്ന് എനിക്ക് കൃത്യമായി വ്യക്തമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് താങ്കൾ അത് വിശദീകരിക്കുക? ഇവിടെ ഈ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നുള്ള ചർച്ചയാണ് നടത്തുന്നതെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. ഇവിടെ ഈ ജാഥ നടത്തുന്നതിനെ സംബന്ധിച്ചാണ്. ജാഥ എന്തിന് നടത്തുന്നു, ജാഥയിലെ മുദ്രാവാക്യങ്ങൾ എന്ത്? ഈ ജാഥ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച ഇപ്പോൾ ഒരു ജാഥ വേറെയും നടത്തുന്നുണ്ട്, ഞങ്ങളുടെ യുവജന സംഘടന നടത്തുന്നുണ്ട്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയ ഫാസിസം ഉറഞ്ഞു തുള്ളുന്ന ഒരു അവസരം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ് സംസ്ഥാനത്ത് ഭരിക്കുന്നു, വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഈ മുദ്രാവാക്യം, അതുപോലെ തന്നെ ഭാവി കേരളം എങ്ങനെയായിരിക്കണം, വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്ന ഒരു പ്രചരണ പരിപാടിയാണ് ഈ ജാഥ. അത് നന്നായി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കത്തക്ക വിധത്തിലാണ് ആ ജാഥ പ്ലാൻ ചെയ്യുന്നത്. ആ വിഷയങ്ങൾ, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ശരിയാണോ, ഇന്നത് പറയുന്നത് എന്തെങ്കിലും അപാകതയുണ്ടോ, അതൊന്നും അല്ല ഇവിടെ ചർച്ച. ഇവിടെ മുഖ്യമന്ത്രി ആരായിരിക്കണം, അത് പിണറായി വിജയനായിരിക്കണോ VS അച്യുതാനന്ദൻ, 2 പേരും യോഗ്യർ തന്നെ മുഖ്യമന്ത്രിയാകാൻ. അത് പാർട്ടി യഥാസമയം നേരത്തെ ലാറൻ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീരുമാനിക്കാം. പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തി കഴിയുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ ജ്യോതി ബാസു കൽക്കട്ടയിൽ മത്സരിക്കുന്നു. അവിടെ ആളുകളുടെ ഇടയിൽ ആളുകൾക്കൊരു ധാരണ ഉണ്ടാകും, ജ്യോതി ബാസു ആയിരിക്കും മുഖ്യമന്ത്രി. നൃപൻ ചക്രവർത്തി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, വീണ്ടും മത്സരിച്ചു, നൃപൻ ചക്രവർത്തി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കും. അതുപോലെ ഇവിടെ സ്ഥാനാർത്ഥികളായി വരുന്ന ആൾക്കാർ മത്സരിക്കുമ്പോൾ ആ ജനങ്ങൾ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന്. മുഖ്യമന്ത്രി അല്ല പാർട്ടി നേരത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയല്ല ചെയ്യുക. അത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ. പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവർ ജയിച്ചു അവരിൽ നിന്ന് പാർലമെൻ്ററി പാർട്ടി കൂടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ആ കീഴ്വഴക്കമേ ഇവിടെ നടക്കണം. ഇവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ജാഥയല്ല ഈ ജാഥ.
ഇവിടെ ഇവരെല്ലാം ഇപ്പോൾ ഈ ജാഥ നടത്തുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ ഈ ജാഥയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാത്തൊരു ചർച്ച ആണ് നടത്തുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബി ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര പ്രവർത്തകൻ, ടെലിഫോൺ ലൈനിൽ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇന്നത്തെ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി ഒരു മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണ തുടർച്ച എന്ന ചർച്ചയിൽ നിന്ന് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് ഉയരുന്നത്. പിണറായി വിജയൻ പോകുന്ന ചടങ്ങുകളിലെല്ലാം തന്നെ അത് കുട്ടികളായാലും മാധ്യമപ്രവർത്തകരായാലും ഉന്നയിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രി ആയാൽ എന്തു ചെയ്യും എന്നാണ്. ഇവിടെ പക്ഷേ നേരത്തെ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടു പേരുണ്ട്, വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും. രണ്ടും കിടപിടിക്കുന്ന നേതാക്കളാണ്. ഒന്നിനൊന്ന് മെച്ചം എന്ന നിലയിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നിന്ന് കടന്നു വന്നവർ. സ്വാഭാവികമായും ഇപ്പോൾ ഒരു ജാഥ വരുമ്പോൾ, അതും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജാഥയാകുമ്പോൾ ഒരു ബലാബലം നോക്കും. ഈ രണ്ട് നേതാക്കന്മാരിൽ ആർക്കാണ് തൂക്കം എന്ന്. ആ തൂക്കം കൂടുതലാക്കുന്നതിന് വേണ്ടിയാണോ കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ ഇനി പിണറായി നയിക്കട്ടെ എന്ന നിലപാട് എടുത്തത്? ആ ത്രാസ് അല്പം ഉയർത്തി നിൽക്കുന്നതിന് വേണ്ടി. അല്ല, എന്തുകൊണ്ട് CPM-ന്റെ സെക്രട്ടേറിയറ്റ് ഇത്തരം ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് ഇപ്പൊ നികേഷ് ചൂണ്ടിക്കാണിച്ച ഒരു ഘടകം മാത്രമായിരിക്കില്ല അതിലുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ സംഘാടകം എന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് ഈ ചർച്ചയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും ഈ രണ്ട് നേതാക്കൾ ഇവിടെ നിലനിൽക്കുന്നു എന്നും രണ്ടുപേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യന്മാരാണെന്നുള്ളതും മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡീൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. ഈ സീതാറാം യെച്ചൂരിക്ക് VS അച്യുതാനന്ദനോടുള്ള അടുപ്പം നമുക്കറിയാം. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് ഈ CPM-ന് ഇലക്ഷനിൽ ഈ രണ്ട് നേതാക്കളെയും ഒരേപോലെ തന്നെ കജോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് രണ്ടുപേരും അടങ്ങുന്ന ഒരു ക്യാമ്പയിനിലൂടെ അവർ ഭരണം പിടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് യെച്ചൂരിയുടെ തന്ത്രപരമായ മികവായിരിക്കാം അവസാനം ഈ കാര്യങ്ങൾ തീരുമാനിക്കുക ഇതിലേക്ക് കൊണ്ടെത്തിച്ചേരുക എന്നെനിക്ക് തോന്നുന്നു. അതല്ലാതെ നമ്മൾ അതിനു മുമ്പ് ഇപ്പൊ പിണറായി VS-നെ വെട്ടുന്നു അല്ലെങ്കിൽ VS പിണറായിയെ വെട്ടുന്നു എന്നുള്ള രീതിയിലേക്ക് ഈ ചർച്ചയെ ന്യൂനീകരിച്ചിട്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇവിടെ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞതുപോലെ 15 വർഷത്തെ സംഘടനാ പ്രവർത്തനം കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പാർലമെന്ററി രംഗത്ത് അദ്ദേഹത്തിനൊരു അവസരം നൽകുക എന്നുള്ളത് പാർട്ടി ചെയ്യേണ്ട കടമയുമാണ്. ആ ഘട്ടത്തിൽ പോലും ഉദാഹരണത്തിന് ഇപ്പോൾ ഏത് CPM-ന്റെ പ്രമുഖ നേതാക്കളോട് ചോദിച്ചാലും അവർ പറയുക രണ്ടുപേരും മത്സരിക്കട്ടെ, എങ്കിൽ മാത്രമേ പാർട്ടി അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോകൂ എന്നാണ്. അപ്പോഴാണ് ശരിയാണ്, ഈ സമീപകാലത്ത് അത് തന്നെ ആയിരിക്കുമല്ലോ CPM-നെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നായിരിക്കും അത് കേൾക്കുന്ന നമ്മളും വിചാരിക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു വട്ടം മുഖ്യമന്ത്രിയായി, 2 വട്ടം പ്രതിപക്ഷ നേതാവായി, ഇനി പിണറായി നയിക്കട്ടെ എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ മാറി നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും CPM-ൽ ഇല്ല എന്നുള്ളത് എങ്ങനെ കാണുന്നു? അത് രണ്ട് സംഗതിയുണ്ട് അതിനകത്ത്. കാരണം VS അച്യുതാനന്ദൻ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ഒരാളാണ് എന്ന് പൊതുസമൂഹവും പൊതുബോധവും സ്വീകരിക്കുന്ന ഒരു സംഗതിയല്ല. അതോടൊപ്പം തന്നെ ഒന്ന് പറയട്ടെ, ഈ 92ാമത്തെ വയസ്സിലും അദ്ദേഹം ഒരു സ്റ്റേക്ക് മുമ്പോട്ട് വെക്കുമ്പോൾ ഈ കേരളത്തിലെ മറ്റ് ഏത് നേതാവാണ് ഇത് ചെയ്തതെങ്കിലും അധികാരത്തോടുള്ള ദുരയായി അത് വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. VS അച്യുതാനന്ദന്റെ കാര്യത്തിൽ മാധ്യമങ്ങളാകട്ടെ പൊതുസമൂഹമാകട്ടെ വളരെ ഉദാരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്റെ ഒരു സ്റ്റേക്ക് മുമ്പോട്ട് വെക്കുമ്പോൾ പോലും അതിനെ സ്വാഗതം ചെയ്യുകയും സഹർഷം സ്വാഗതം ചെയ്യുകയും അദ്ദേഹം ഇനിയൊരു അംഗത്തിന്റെ ബാല്യമുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ഡിക്ലറേഷന് പുറകെ നമ്മൾ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അത് VS അച്യുതാനന്ദൻ എന്ന നേതാവ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതിയുടെയും ഒക്കെ ആനുകൂല്യമാണ്. അത് അദ്ദേഹം ആ കാര്യത്തിൽ മഹാഭാഗ്യവാനാണ് എന്നെനിക്ക് തോന്നുന്നു. ശ്രീ MM ലോറൻസ്, CPM-ന്റെ സംസ്ഥാന സമിതിയിൽ നിന്ന് താൻ സ്വയം ഒഴിഞ്ഞതാണ് എന്ന നിലപാടാണ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി രൂപീകരണ ഘട്ടത്തിൽ താങ്കൾ എടുത്തത്. 92 വയസ്സ്, അതായത് 93 വയസ്സിലാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 93 മുതൽ 98 വയസ്സ് വരെ ഒരാൾക്ക് നിയമസഭയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നല്ല,
മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇവിടെ സ്വമേധയാ മാറി നിന്ന് അടുത്ത തലമുറയ്ക്ക് മാൻഡിൽ കൈമാറേണ്ട സാഹചര്യമുണ്ടോ? അതിന് തയ്യാറാകാത്ത നേതാവ് അധികാരദുരയുടെ പ്രതീകമാണോ? ചോദ്യം പിന്നെ എന്നെക്കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ ചോദിച്ച ചോദ്യമാണെങ്കിലും ഒരു ദുഷ്കരമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള അഭിപ്രായങ്ങൾ മുഴുവൻ പറയാനും പ്രയാസം ഉണ്ടാവും എന്നത് തീർച്ചയാണ്. അത് നികേഷിനും അറിയാമല്ലോ. നികേഷ് അറിയാതെ ചോദിക്കല്ല, എന്നെ കൂടെ പറയിപ്പിക്കുക, അവിടെ പറയിപ്പിക്കാതിരിക്കുക, എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവാം. ഏതായാലും ഈ ഒരു ധാരണ നമുക്ക് വേണം. എല്ലാ കാലത്തേക്കും ആരും ജീവിച്ചിരിക്കുന്നില്ല, എല്ലാ കാലത്തേക്കും ആരും ഒരു സ്ഥാനത്തിരിക്കുന്നുമില്ല. ഒരാൾക്കും അത് ഇപ്പോൾ നെഹ്റു ആയിക്കോട്ടെ, EMS ആയിക്കോട്ടെ, ഈ BT ലളിതവ ആയിക്കോട്ടെ. പിന്നെ ഈ രൂപത്തിൽ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അസംബ്ലിയൊക്കെ ഒന്നും വന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സഖാവ് ജ്യോതി ബാസുവിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. ജ്യോതി ബാസു ബംഗാളിൽ ഏറ്റവും കൂടുതൽ ജ്യോതി ബാസുവിനെ കുറിച്ചൊന്നും ഇവിടെ ആരും ചോദിച്ചിട്ടുമില്ല. ശ്രീ MM ലോറൻസ്, അധികാരദുരയില്ലാത്ത നേതാവാണ് ശ്രീ VS അച്യുതാനന്ദൻ എങ്കിൽ അത് പറയാവുന്നതേ ഉള്ളൂ. ചോദിക്ക നികേഷേ, ജ്യോതിവാസിനെ പറ്റിയും പറഞ്ഞു കിടക്ക്. അത് നികേഷ് ശ്രദ്ധിച്ചിരുന്നതാണ്. ജ്യോതിവാസിനെ പറ്റിയും പറയണ്ടായി, മണി സർക്കാരിനെ പറ്റിയും പറയണ്ടായി, ത്രിഭുവൻ ചക്രവർത്തിയെ പറ്റിയും പറയണ്ടായി. അതുമാവട്ടെ, ത്രിഭുവൻ ചക്രവർത്തി ഇടക്ക് പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ട കാര്യം അറിയാമല്ലോ, പാർട്ടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെട്ട കാര്യം അറിയാം. ഇവിടെ വലിച്ചെടുക്കുന്നത് ത്രിഭുവൻ ചക്രവർത്തിയെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ കാര്യമൊന്നും ഇവിടെ വലിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രീ MM ലോറൻസ്, താങ്കൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എങ്കിൽ എന്റെ ചോദ്യം, VS അച്യുതാനന്ദന് 93 മുതൽ 98 വയസ്സ് വരെ പാർലമെന്റിനകത്ത്, ക്ഷമിക്കണം, നിയമസഭയ്ക്കകത്ത് ഇരിക്കണം എന്ന് തോന്നൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉണ്ടാകാൻ പാടില്ലാത്ത പാർലമെന്ററി വ്യാമോഹമാണോ? അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ, ആണെങ്കിൽ ആണെന്ന് പറയൂ. അല്ല, പാർലമെൻ്ററി വ്യാമോഹമൊക്കെ കുറച്ച് എല്ലാവർക്കും ഉണ്ടായെന്ന് വരാം. അത് പിന്നെ അതിന് ആരെ ഒഴിവാക്കാൻ നടത്തേണ്ട ആവശ്യമില്ല. എന്നെ ഒഴിവാക്കേണ്ട, ഞാൻ ഇടയ്ക്കൊരു മത്സരമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ജാഥയും നയിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഉടനീളം ജാഥ നയിച്ചിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. EMSനകത്തും അത് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, AKGക്കും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല. മറ്റു ഒരാളുടെ പേര് ഞാൻ പറയില്ല. അപ്പോൾ അതുകൊണ്ട് നികേഷിനും അറിയാതിരിക്കും കാര്യങ്ങളൊക്കെ. അറിയാത്ത ആളല്ലല്ലോ നികേഷ്. പിന്നെ നികേഷിനുള്ളിലുണ്ടാവും അതൊക്കെ. അപ്പോൾ അത് നികേഷ് പറയാൻ വേണ്ടി പറയല്ലേ ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. അതായത് എല്ലാ കാലത്തേക്കും ഒരു സ്ഥാനത്ത് എല്ലാവരും തുടരുന്നില്ല, ജീവിച്ചിരിക്കുന്നുമില്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ, ജീവിത യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നടക്കാൻ സാധിക്കുകയുമില്ല. അപ്പം ഇവിടെ PS വലിയ പങ്കുവഹിച്ചിരുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പിണറായി വിജയൻ വലിയ പങ്കുവഹിച്ചിരുന്ന കാര്യവും യാഥാർത്ഥ്യമാണ്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ VSനേക്കാൾ കൂടുതൽ പ്രായക്കുറവായതുകൊണ്ട് പിണറായി വിജയന് കൂടുതൽ കാലത്തേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ ഈ പാർലമെൻ്ററി വ്യാമോഹം താൻ വേണം എന്ന് തോന്നൽ ചില വ്യക്തികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാനാണ് അതിന് പറ്റിയ ആൾ എന്ന് തോന്നാം, ഞാൻ എന്തെങ്കിലും എല്ലാം നടക്കുള്ളൂ. അപ്പോൾ അത് അവിടെ ഞാൻ പറഞ്ഞത്, അങ്ങനെ തോന്നുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യമാണ്. പിന്നെ പാർട്ടിയാണ് ഇതൊക്കെ നയിക്കുന്നത്. പാർട്ടി കൂട്ടായ്മയുടെ ഒരു സംഘടിത രൂപം കൂടിയാണ്, വ്യക്തികളുടേതല്ല, വ്യക്തി ആധിപത്യത്തിൻ്റെതല്ല. അത് അവിടുന്ന് തെറ്റിപ്പോയാൽ അത് പല വിധത്തിലുള്ള ദോഷങ്ങളിലേക്കും എത്തും. ലോക ചരിത്രത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും ഞാൻ തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അതുപോലത്തെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇനി പോകാൻ സാധിക്കുകയുമില്ല, അതും എനിക്കറിയാം. പക്ഷേ ചില ആൾക്ക് അങ്ങനെ ചിന്താഗതിക്ക് ഉണ്ടാകാൻ പാടില്ല. ജയശങ്കർ, നേരത്തെ ശ്രീ B ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സീതാറാം യെച്ചൂരിയുടെ ഒരു തന്ത്രപരമായ മികവ് അനിവാര്യമാണ്. അതല്ലാതെ ഒരാൾ മാറി നിന്ന് മറ്റൊരാൾ നയിക്കട്ടെ എന്ന് പറയുന്ന സാഹചര്യം ഇവിടെ ഇല്ല. അല്ല, അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഇവിടെ ലോറൻസ് ചേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ തന്നെ നയിച്ചാലേ ശരിയാവുള്ളൂ എന്ന് ഒരാൾക്ക് തോന്നാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അത് ശരിയാണ്, ഞാൻ തന്നെ നയിച്ചാൽ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് പ്രശ്നം. ഞാൻ തന്നെ നയിച്ചാലേ പറ്റുള്ളൂ എന്ന് നാട്ടുകാർക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യും? അതാണ് ഇവിടുത്തെ സംഗതി. ഞാൻ തന്നെ നയിക്കണം
എന്ന് എനിക്ക് തോന്നുമ്പോൾ ശരിയാണ്, പാർലമെൻ്ററി വ്യാമോഹമാണ്. പക്ഷേ ഞാൻ തന്നെ നയിക്കണം എന്ന് ഈ നാട്ടിലെ എല്ലാ ആളുകളും ആവശ്യപ്പെടുമ്പോൾ സംഗതി മാറി. പക്ഷേ ജ്യോതി ബസുവിൻ്റെ കാര്യത്തിൽ ജ്യോതി ബസുവിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രായാധിക്യവും അനാരോഗ്യവും നിമിത്തമാണ് അദ്ദേഹം മാറിയത്. പ്രായാധിക്യവും അനാരോഗ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വയം വച്ചൊഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. വി എസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലോ. ഇന്നിപ്പോൾ ഇവിടെയുള്ള എല്ലാ യൂത്തും എല്ലാ നമ്മുടെ ഡീഫിക്കാരെക്കാളും ആരോഗ്യവാനും ഉത്സാഹശാലിയുമാണ് അദ്ദേഹം, ഇല്ലേ? നടേശ എന്ന് വിളിക്കുന്ന ആവേശം, അത്ര ആവേശത്തോടെ ഇവിടെ ആർക്കെങ്കിലും വിളിക്കാൻ പറ്റും? ഓട്ടെ, അദ്ദേഹം വിളിക്കുന്ന പോലെ വേറെ ആൾ വിളിച്ച് ഇവിടെ സാമുദായിക കലാപം ഉണ്ടാവും, ഇല്ലേ? അതാണ് പ്രശ്നം. എടോ ഉമ്മൻചാണ്ടി എന്ന് പിണറായി വിജയൻ വിളിച്ചാൽ യൂത്ത് കോൺഗ്രസ്സുകാർ കല്ല് വിളിച്ചറിയും. പക്ഷേ അല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പരനാറി പ്രസംഗം നടത്തിയപ്പോൾ കിട്ടിയ പ്രയോജനം കിട്ടിയില്ലേ? എന്തായിരുന്നു റിസൾട്ട്? പോളിറ്റ് ബ്യൂറോ മെമ്പർ തോറ്റുപോയി കൊല്ലത്ത്. അതൊക്കെ പറയുന്ന രീതിയുണ്ട്. വി എസ് പറയുന്ന പോലെ വേറെ ആൾ പറഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് വെള്ളപ്പള്ളിയുടെ യാത്ര എതിർക്കുന്നില്ല, എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി എതിർക്കില്ലെന്ന് വെച്ചാൽ അവർക്ക് എതിർക്കാൻ പറ്റില്ല. അത് വി എസിന് വേറൊരു പെഡസ്റ്റലിലാണ് അദ്ദേഹം നിൽക്കുന്നത്, അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുന്നു. ഇത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. തുടരുക. ശ്രീ ഉമേഷ് ബാബു, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വി എസോ പിണറായിയോ എന്ന ചോദ്യം വന്നാൽ കുറെ കൂടി പിണറായി വിജയനാണ് കേരളത്തിന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അഭികാമ്യനായ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തു നിന്നാണ് എങ്കിൽ എന്ന് കരുതുന്ന ഒട്ടേറെ പേർ നമ്മുടെ രാജ്യത്തുണ്ട്. വി എസ് അച്യുതാനന്ദനാണെങ്കിൽ ശരിയാണ്, ഒരു സമരനേതാവാണ്, കൃത്യമായി രാഷ്ട്രീയം പ്രതിപാദിക്കാൻ അറിയാം. അതിനപ്പുറത്തേക്ക് ഭരണകർത്താവ് എന്നുള്ള നിലയിൽ പിണറായിയാണ് ഒരുപക്ഷെ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും പൊതുസമൂഹത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരും വിശ്വസിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതിനോട് ഞാൻ ഒരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് വസ്തുത. കാരണം ഞാൻ നയിച്ചാലോ എന്ന് എനിക്ക് തോന്നിയാൽ പാർലമെൻ്ററി വ്യാമോഹവും ശരി, പക്ഷെ ഞാൻ നയിച്ചാലേ ശരിയാവുമെന്ന് ലോകത്തിന് തോന്നിയാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തോടൊപ്പം ഞാൻ നയിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പാർട്ടിക്ക് കൂടി തോന്നിയാൽ എന്താ ചെയ്യുക? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താ കണ്ടത്? ഈ ഇദ്ദേഹം നയിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പാർട്ടിക്ക് തോന്നിയെന്ന് മാത്രമല്ല, പിന്നീട് ജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ആളുകൾ മുതൽ പോളിറ്റ് ബ്യൂറോയിലുള്ള ആളുകൾ വരെ വി എസിനാണ് എല്ലാ ക്രെഡിറ്റും കൊടുത്തത്. വി എസിനെ വി എസിൻ്റെ ഊർജ്ജസ്വലത പഠിക്കണം എന്നാണ്. ആര് പഠിക്കണമെന്ന്? ജനറൽ സെക്രട്ടറി വരെ പഠിക്കണം എന്നാണ്. എന്ത് തന്ത്രത്തിൻ്റെ പുറത്തായിരുന്നാലും ഡൽഹിയിൽ നിന്ന് ജനറൽ സെക്രട്ടറി പറയുന്നതായിട്ട് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ വി എസ് തന്നെ നയിക്കണം എന്നുള്ളത് വി എസിൻ്റെ തോന്നലാകാം, അതിനപ്പുറത്ത് ജനങ്ങളുടെ തോന്നലാകാം, അതിനപ്പുറത്ത് പാർട്ടിയുടെ തോന്നലാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പാർട്ടി തന്നെയും തെളിയിച്ചത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് മാത്രമല്ല, ആ ദിവസങ്ങളിൽ കേരളം മുഴുവൻ നടന്ന്, പ്രത്യേകിച്ചും നമ്മൾ ഈ വയസ്സിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവെന്നും പ്രതീക്ഷിക്കാത്ത അങ്ങേയറ്റത്തെ ഒച്ചയിൽ, എന്ത് ഡെസിബിൾ വരും ആ ഒച്ചയിൽ, വെള്ളാപ്പള്ളിയൊക്കെ അടിച്ചിരുത്തുന്ന പ്രസംഗങ്ങൾ നടത്തി മടങ്ങി വന്നിട്ട് തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു വി എസ് ആണ് ഇപ്പോൾ ഉള്ളത്. ആ വി എസിനെ തടയാൻ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് താന്ത്രിക മാർഗം എന്ന് വെച്ചാൽ ചുറ്റിപ്പോകുന്ന മാർഗമാണ്, വർത്തുളമായ മാർഗമാണ്. പിണറായിക്കും സംഘത്തിനും അറിയാവുന്ന മാർഗം ഈ പറയുന്ന നേർരേഖയുടെ മാർഗമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ലീനിയറിൻ്റെ മാർഗമാണ്. ആ മാർഗത്തിൽ ആ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യത്തെ പരിഹരിക്കാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമ്പോൾ വി എസ് വരട്ടെ എന്ന് വെക്കും, അങ്ങനെ വി എസിനെ കൊണ്ട് നടക്കും, വി എസിനെ കൊണ്ട് നടന്ന് പ്രസംഗിപ്പിക്കും, വി എസ് മുത്താണെന്ന് പറയും, സ്വത്താണെന്ന് പറയും. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇനി വി എസ് മൂലക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുക്തി ഒരു ജനതയെ കൊണ്ട് മാത്രമല്ല, ഒരു പാർട്ടിയുടെ അണിയെ കൊണ്ടും ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. പിന്നെ വേറൊരു സംഗതി വേണം, ഈ മനുഷ്യന് തീരെ വാർദ്ധക്യമാകണം, വാർദ്ധക്യത്തിൻ്റെ അവശത ഉണ്ടാകണം. പക്ഷെ ഇന്ന് നാം കണ്ട വി എസിനെ വാർദ്ധക്യത്തിൻ്റെ അവശത വെച്ച് മാറ്റിയിരുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വെച്ച് സാധ്യമല്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയില്ല എങ്കിൽ ഭാവിയിൽ ഇതിനേക്കാൾ വഷളായ ചർച്ചകൾ ഉണ്ടാകും. 2001 ആയിക്കൊള്ളട്ടെ, 2006 ആയിക്കൊള്ളട്ടെ, 2011 ആയിക്കൊള്ളട്ടെ, ഈ 3 കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് വി എസ് അച്യുതാനന്ദൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പാർട്ടിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും വി എസ് അച്യുതാനന്ദനെ തന്നെ പാർലമെൻ്ററി പാർട്ടി നേതാവാക്കേണ്ടി വന്നു. അത് അംഗീകരിച്ച് മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ 2016 വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് കരുതുക. വി എസ് അച്യുതാനന്ദനെ മൂലക്കിരുത്തി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാകുന്നത് എങ്കിൽ വി എസ് അച്യുതാനന്ദനെ നേരത്തെ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തെ കൊണ്ട് പ്രചരണം നയിപ്പിച്ച് അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന് ഒരു വിഭാഗം ജനങ്ങളെ തെറ്റായി ധരിപ്പിച്ച് ഒടുവിൽ കാര്യം വന്നപ്പോൾ പിണറായി വിജയന് മുഖ്യമന്ത്രി പദം കൊടുക്കുന്നു എന്ന ഒരു വിമർശനം ഉണ്ടാകും. നേരത്തെ ഗൗരിയമ്മയുടെ കാര്യത്തിലും അതുപോലെ ഷീലാ ഗോപാലിൻ്റെ കാര്യത്തിലൊക്കെ ഈ പഴി കേട്ടതാണ്. ആ പഴി വലിയ തോതിൽ ഇനി കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യക്തത വരുത്തുന്നതായിരിക്കും നല്ലത്. നയിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിന് വി എസും പിണറായി വിജയനും ഉൾക്കൊള്ളുന്ന CPM ആയിരിക്കും നയിക്കുന്നത്. CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയായിരിക്കും നയിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ. ആരെ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതൊക്കെ പാർട്ടി തീരുമാനിക്കും. അതാണ് ഈ വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുക്കുന്ന സമീപനം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ പിണറായി ആണോ വി എസ് ആണോ എന്ന വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി ഈ അഴിമതി സർക്കാരിനെയും അതുപോലെ വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനും അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിലാണ് ചില ചർച്ചകളൊക്കെ നടക്കുന്നത്. ഈ ചർച്ചകൾ അതിൽ നിന്ന് വ്യത്യസ്തമാകണം. വ്യത്യസ്തമായിട്ട് ഇന്ന് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഇവർ രണ്ടുപേരും ഉൾക്കൊള്ളുന്ന CPM ആണ് നയിക്കുന്നത് എന്ന ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കലാണ് വേണ്ടത്. അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഈ ശക്തികൾക്കെതിരായി, വർഗീയ ശക്തികൾക്കെതിരായി, അഴിമതി ഭരണത്തിനെതിരായി ഉയർന്നു വരേണ്ടുന്ന ഒരു ജനശക്തിയെ, ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി രണ്ടുപേരുടെയും പക്ഷത്താക്കി നിർത്താനും ദുർബലപ്പെടുത്താം എന്നുള്ളതാണ് ഈ ചർച്ചകളുടെയൊക്കെ ഒരു ലക്ഷ്യമായി കാണുന്നത്. എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ അതിൽ നിന്ന് മാറി ഈ ജാഥ പ്രചരിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളെന്ത്, ഉയർത്തുന്ന പ്രശ്നങ്ങളെന്ത് എന്നതിനെ സംബന്ധിച്ച് ചർച്ച ഡൈവേർട്ട് ചെയ്യണം, കൊണ്ടുവരുന്നതാണ് നാടിനും ജനങ്ങൾക്കും ഗുണകരമായിട്ടുള്ളതെന്നാണ് എൻ്റെ എളിയ പക്ഷം. അവസാനമായി അഡ്വക്കേറ്റ് ജയശങ്കർ, പിണറായിക്കെതിരായ ഒരു വികാരം, ഒരുപക്ഷെ താങ്കളൊക്കെ ആ നിലയിലുള്ള രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവരാണ്, അത് ഏതെങ്കിലും തരത്തിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ? ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹത്തെ ഇപ്പോൾ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചോ കാര്യപ്രാപ്തിയെക്കുറിച്ചൊന്നും എനിക്ക് ഒരു സമയത്ത് സംശയം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് മാത്രമേ നമുക്ക് എതിരഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. പിണറായി വിജയൻ വളരെ ശക്തനായിട്ടുള്ള നേതാവാണ്, കരുത്തനായിട്ടുള്ള നേതാവാണ്, കാർക്കശ്യം ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നടപടികളും വിട്ട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. നിലപാടുകളുടെ പ്രശ്നമാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പിണറായി വിജയനോട് എന്താ വിരോധമുള്ളത്? അദ്ദേഹത്തിൻ്റെ പല നടപടികളും വലതുപക്ഷ വ്യതിയാനം എന്ന് ഞങ്ങളെപ്പോലെ പാരമ്പര്യ രീതിയിൽ കമ്മ്യൂണിസം പഠിച്ചു പോയ ആൾക്കാർ ധരിക്കുന്നു. മുതലാളിമാരുമായിട്ടുള്ള ചങ്ങാത്തം, രവിപിള്ളയുമായിട്ട് അല്ലെങ്കിൽ യൂസഫ് അലിയുമായിട്ട്, അങ്ങനെയുള്ള ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുന്ന ആളുകളുണ്ട്. നമുക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കണക്കാക്കാൻ കഴിയും? പിന്നെ ഫാസിസത്തിൻ്റെ കൂടിയ മൂർധന്യ രൂപത്തിൽ സ്റ്റാലിനിസ്റ്റായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സംസാരവും എല്ലാം ധിക്കാരപൂർണ്ണമാണ്. MP പരമേശ്വരൻ പറഞ്ഞ വളരെ സത്യമാണ്. MP പരമേശ്വരൻ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ഞാൻ രൂക്ഷമായ ഭാഷയിൽ പറയും. അതൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾ അംഗീകരിക്കില്ല. നികേഷ്, ഇത് 21-ാം നൂറ്റാണ്ടല്ലേ. ഇദ്ദേഹം ചൗഷസ്ക്യൂവിൻ്റെ കാലത്ത് റുമാനിയയിൽ ജീവിച്ച ആളാണെങ്കിൽ വലിയ നേതാവായിരുന്നു. അല്ലെങ്കിൽ എറിക് ഹോണേക്കർ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു. പോൾ പോൾട്ട് ഉണ്ടായിരുന്നു കംബോഡിയയിൽ. ആ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹം കേരളം പോലെ പ്രബുദ്ധമായൊരു സംസ്ഥാനത്ത് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ പാർട്ടിക്കാരെ അംഗീകരിക്കും, നാട്ടുകാരെ അംഗീകരിക്കില്ല. 3.5 കോടി ജനങ്ങളുണ്ടല്ലോ കേരളത്തിൽ. അതിൽ പാർട്ടി മെമ്പർമാരും ഒരു പക്ഷേ അനുഭാവികളും ഇദ്ദേഹത്തെ ആരാധിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ജനങ്ങൾ അംഗീകരിക്കണ്ടേ? പാർട്ടിക്ക് പുറത്തല്ലേ ജനം നിൽക്കുന്നത്, അവിടെയല്ലേ പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിലുള്ള എല്ലാ ആളുകളും കൂടി അദ്ദേഹത്തെ ഒരു വലിയ നേതാവാക്കി, പൂജാ വിഗ്രഹമാക്കി നിങ്ങൾ മാധ്യമങ്ങൾ പാടി പൂഴിച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ? ഇനിയിപ്പോൾ ജാതകവശാൽ ഉമ്മൻചാണ്ടിക്ക് 5 കൊല്ലം കൂടി കേരള മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ ഒരു യോഗമുണ്ടെങ്കിൽ ഞാനോ നികേഷോ വിചാരിച്ചാൽ അത് തടയാൻ പറ്റുമോ? ആനത്തലവട്ടോ ലോറൻസ് ചേട്ടൻ വിചാരിച്ചാൽ തടയാൻ പറ്റുമോ? ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. ഈ പൊളിറ്റിക്സ് ഈസ് ഫെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നെപ്പോളിയൻ. അത് വളരെ ശരിയാണ്. എം ലോറൻസ്, ഇവിടെ ജയശങ്കർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൽ കൂടി വന്ന് അവസാനിപ്പിക്കുകയാണ്. MP പരമേശ്വരൻ പറഞ്ഞത് VS അച്യുതാനന്ദൻ പഴഞ്ചനാണ്, പിണറായി വിജയൻ ധിക്കാരിയാണ്, ഡോക്ടർ TM തോമസ് ഐസക്കാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണ്. അദ്ദേഹം ഒരു പാർട്ടി അംഗമാണ്, ഒരു അംഗമാണ്. ആ അംഗമാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ദീർഘമായ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് ആരാണ് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിലും VS കഴിഞ്ഞാൽ പിന്നെ യോഗ്യൻ ഐസക് തന്നെയാണ്.
VS കഴിഞ്ഞാൽ കഴിയുന്നില്ല അത്. അതെ നികേഷേ, നികേഷ് നിർത്തിയോ? ഇല്ല സാർ, പറയൂ. ടൈമില്ല. അതെ, പണ്ട് AKG ഉണ്ടായിരുന്നല്ലോ. AKG എന്തെന്നാ ചെയ്തിരുന്നത്, ഒരു പൈഡ് വൈപ്പറെ പോലെ ജനങ്ങൾ നയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ നിൽക്കും, അത് ഞാനാവും, ഞാൻ ഭരിക്കണം എന്ന നിലയ്ക്ക് നിലപാട് സ്വീകരിച്ചിട്ടില്ല. EMS ഉണ്ടായിരുന്നല്ലോ. EMS എടുത്ത നിലപാടിന് നല്ലവണ്ണം ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രചരിപ്പിക്കുന്ന പണിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു പഴയ കാലം, പഴയ നേതാക്കന്മാർ, അതെല്ലാവർക്കും മാതൃകയാവണം. ഇവിടെ മാതൃകയാവേണ്ടതാണ്. അപ്പോൾ അതൊക്കെ മറന്നിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ വിമർശനം വ്യക്തികൾക്കെതിരായിട്ട് കൊണ്ടുവരാം, അത് നല്ലതാണ്. വ്യക്തികൾ ചിന്തിക്കാനും പരിശോധിക്കാനും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കുവാനും സഹായകമാകുന്ന ഒന്നാണ് വിമർശനം. അതിനപ്പുറത്തേക്ക് കടന്ന് സംസാരിക്കുന്നത് ഒരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് അപ്പുറത്തേക്ക് കടന്നില്ലേ ജയശങ്കർ? അപ്പുറത്തേക്ക് കടന്നു പറയും. അത് ജയശങ്കർ ചില സമയത്ത് അങ്ങനെ കടക്കാറുണ്ട്. ജയശങ്കർ കാര്യങ്ങളെക്കുറിച്ച് നല്ലോണം പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളെന്ന് എനിക്കറിയാം. പക്ഷേ ചില സമയത്ത് ചിലപ്പം മോശമായിട്ടുള്ള വിധത്തിൽ പ്രതികരിക്കാൻ, അല്ല കാര്യങ്ങൾ വിശകലനം ചെയ്യാനോ ഒക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യവും ജയശങ്കർ ഓർമ്മിക്കുന്നുണ്ടാവണം. ഒരു ഘട്ടത്തിൽ എനിക്കെതിരായിട്ട് അയാൾ പറഞ്ഞതും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് വിടുന്നു, അതൊക്കെ വിട്ടു, എന്തോ ആവട്ടെ. പക്ഷെ ഇവിടെ പാർട്ടിയാണ് അതൊക്കെ നയിക്കുക. ഈ സംസാരത്തിലൊക്കെ ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് യാതൊരുവിധ പങ്കാളിത്തമില്ലാത്ത ഒരു ചിത്രമാണ് വരച്ചു കാട്ടിയത്. അങ്ങേയറ്റം തെറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെപ്പറ്റി അറിവില്ലാത്ത ആൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എല്ലാ ആളുകളും വ്യക്തികൾ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്റ്റാലിനിസ്റ്റാണെന്ന് അവകാശപ്പെട്ട ആളുണ്ട്, ഈ പാർട്ടിയിലുണ്ട്. അത് ജയശങ്കർ ഓർക്കുന്നുണ്ടാവില്ല, ഓർമ്മയുണ്ടാവണം. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ഏതായാലും ഇവിടെ പാർട്ടിയുണ്ട്. പാർട്ടി മുൻപത്തേക്കാൾ ഐക്യത്തിലൂടെ പോകുന്നുണ്ട്. ആ ഐക്യം നഷ്ടപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായിട്ട് പാർട്ടി തകരണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്കുണ്ട്. ആ ശക്തികൾക്ക് ഒരു വഴിമരുന്ന് ഇട്ട് കൊടുക്കുക എന്ന വിധത്തിൽ ചർച്ചകൾ പോകാൻ പാടില്ല. അത് നേരത്തെ ആനന്ദനും ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പം അതൊക്കെ നേതാക്കളാണ് പ്രധാനമായും നോക്കേണ്ടത്. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ അതാണ് പറഞ്ഞത്. അത് പാർട്ടി നേതാക്കൾ ആദ്യം നോക്കിയാൽ മാത്രമേ പാർട്ടിയുടെ മറ്റ് ബന്ധുക്കളും മാധ്യമങ്ങളും ഒരു പരിധിവരെ നോക്കുകയുള്ളൂ. കവിതയിലൂടെ മാത്രമല്ല, അവിടെ ഇവിടെയും തൊടാതെയും ആശയം വ്യക്തമാക്കാൻ ഇവിടെ കഴിയുമെന്ന് ശ്രീ എം ലോറൻസ് തെളിയിച്ചിട്ടുണ്ട്. വളരെ നന്ദി. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, ശ്രീ ഉമേഷ് ബാബു, ശ്രീ എം ലോറൻസ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീ ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്.